We up in the club. Ha ha. Strong. Strong. He's got a toy. Ha. 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 പന്നി നിനക്കെന്താ ഞങ്ങളെ പണി അറിയാൻ മനസ്സിലായ ടീനോ നിനക്കേ പെമ്പിള്ളേരെ വേഷം ഈ പരനാറിനെ കണ്ടല്ലോ നമുക്ക് എന്ത് പണി കൊടുക്കണ്ടേ? പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. അത് മര്യാദക്ക് മാപ്പ് പറയണം. മാപ്പും കോപ്പൊന്നും വേണ്ട, നീ മാപ്പികുതേ പറഞ്ഞാ മതി. നീ അത് പറഞ്ഞിട്ട് പോയാ മതി. മാപ്പികുതേ ഇവന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കടന്നു. എന്താടാ എന്ത് എന്താന്ന്? നീയൊക്കെ സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ? ബട്ടൺസ് ഇട. എന്താ ഉണ്ടായത്? എന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന്? സാറേ ഞങ്ങളൊരു തമാശക്ക്. എൻ്റെ ഒക്കെ ഒരു തമാശ. ഒരു ദിവസം എല്ലാവരും എൻ്റെ കയ്യിൽപ്പെടും. അന്നൊക്കെ എൻ്റെ അവസാനത്തെ തമാശയായിരിക്കും. അതുവരെ കാക്കണോ സാർ? പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ടീനയും സോജേഷൻ ക്ലാസ്സിൽ പോയിക്കോ. ആ നിങ്ങളവിടെ നിങ്ങളെക്കാളും വലിയ വില്ലന്മാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മാറി കണ്ടോ നിന്റെയൊക്കെ മുൻഗാമികളെ. സാറാണ് ഇവരേക്ക് വലിയ നില എത്തിച്ചത്. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അവന് പരാതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടേനെ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. നാളെ നിങ്ങളുടെ പേരൻസിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം. പോകോ. അത് പോരെ ലിംഗൻ സാറേ? ധാരാളം. എന്തേ ലാസ്റ്റ് പണി അല്ലെ നമ്മളിപ്പോ കുറെ ഉണ്ടാക്കും. ഇതൊന്നും ഫിൽട്ടറിക്കാമ്പോ കോപ്പാണ്. അയാള് വെടിവെപ്പ് മേടിച്ച് ഓടി വന്നത്. ഇന്നലെ അയാളുടെ വെടിവെപ്പ് കൂടിയിട്ട് പറഞ്ഞിട്ട് ഗുരുത്വദോഷം അത് പറയരുത്. പ്രിൻസിപ്പൽ എന്താ പറഞ്ഞേ? ദിസ് ഈസ് ദ ലാസ്റ്റ് പണി. പിന്നെ പറഞ്ഞു എന്താ അവരോട് നിങ്ങൾ എന്താ പറഞ്ഞേ? മാപ്പികുതേ പറയിച്ചു. അതെന്തീ മാപ്പികുതേ? മാത പിത ഗുരു ദൈവം. ക്ലാസ്സിൽ പോടി. ഏതിലും പെണ്ണു കണ്ടിട്ട് പുറകെ പോണു. നാണവൂലേ എല്ലാരുടെ അടുത്ത് മാപ്പികുതേ പറയിക്കാൻ? നമുക്ക് കൂടി അതുകൊണ്ടാ. നമുക്കൂടി മതമാണ് ഓർക്കണം. ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം. സാറൊന്നും പറഞ്ഞാൽ അവിടെ കാത്തിട്ടുണ്ട്. വരണം സാറുമാര് വരണം. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി. സാരമില്ല, അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇരിക്കെ. ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് 9ാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അസൈൻമെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ 2 അസൈൻമെൻറ്റ്സിനും ഒരേ 100. ഒന്ന് നമ്മുടെ ടീനയുടെ, മറ്റേ വൈശാഖിൻ്റെ. ടീനെ വൈശാഖല്ലേ എഴുതി തന്നെ? വൈശാഖ് എന്നായിട്ട് എഴുതും, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല. ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി. ചെല്ലേ, അതല്ലേ വൈശാഖ് അതിൻ്റെ ഒരു ശരി അല്ലേ? അല്ല സാർ, ഞാൻ ടീനെക്കൂടെ നിർബന്ധിച്ച് എഴുതിച്ചതാ. അതെയോ? എന്നാൽ ടീന എവിടെ ഇരിക്കും? വൈശാഖ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ കൊറേ കാട്ടുകുട്ടിയാൻ പറ്റും. ഗെറ്റ് ഔട്ട്. സൈലൻസ്. വണ്ടി വിടല സാറേ, ഞാൻ കയറിയിട്ടില്ല. എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ. അവിടെ സ്റ്റാർട്ടായിട്ട് കയറൂ. എന്നും സാറല്ലേ ഓടിക്കുന്നു, ഇന്ന് ഞാൻ ഓടിച്ചു. സാറ് മാറി നേരത്തെ ഓ ഇപ്പഴങ്ങാൻ ചാട്ടാവോ? ഇല്ല, എനിക്ക് വേറെ വഴി നോക്കണം, അതുകൊണ്ടാ. പോടാ
ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോരുത്. ഇവിടെ തന്നെ ചുറ്റിയിടുന്നു. വണ്ടിയുടെ ട്രിഗാൽമെന്റ് പിടിച്ചിടും വലിച്ചു. ഒന്ന് ആഞ്ഞു തള്ളു സാറേ. സാറിന്റെ തള്ളു ലൂട്ടാപ്പി എന്നെ കൊണ്ട് ഹോംവർക്കും ചെയ്യാൻ വയ്യ. ഒന്ന് പോടും. എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പഠിപ്പിച്ച പണിയായിരിക്കും. എന്ത് പണിയാ സാറിന് കൊടുത്തത്? പണി കൊടുക്കാനാടാ? ഈ എന്താണെന്ന് വെച്ചാൽ എന്റെ കൈ കിട്ടുമാരെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയ ചെന്നിക്കുത്ത്. ഇതുള്ളോണ്ടല്ലോ പനി ഓസിന് യാത്ര ചെയ്യുന്നു. വണ്ടീന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത. ഇങ്ങോട്ട് പറഞ്ഞുതരാം. പലതും തീരും. ഞാൻ ഈ കിട്ടല്ലാതെ വണ്ടികളുടെ തള്ളടോ. തള്ളുകാരൻ എന്നാലും ഓസടിച്ചല്ലേ കുറച്ചേരം പണിയെടുത്തു. വണ്ടി തള്ളി തള്ളി സാറ് പറഞ്ഞ സാധനം തീരുന്നാ തോന്നണേ. Color,